ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി എഡിറ്റിംഗ് ആപ്പിനെ കുറിച്ചാണ്. ഇൻഷോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നല്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ആക്കാം. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കുമ്പോൾ അതിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ആക്കുമ്പോൾ എല്ലാം അതിൽ വാട്ടർമാർക്കായിട്ട് ഇൻഷോട്ട് എന്ന് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇൻഷോട്ട് ക്രാക്കഡ് വേർഷൻ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം വരുന്ന രണ്ടാമത്തെ വരുന്നതെല്ലാം എടുത്ത് ഡൗൺലോഡ് ആക്കാവുന്നതാണ്. യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഈ കാണുന്നൊരു ഇൻ്റർഫേസാണ് വരിക. അതിൽ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിംഗ് എങ്ങനെയാണ്, അതായത് എൻ്റെ മൊബൈലിൽ ഓൾറെഡി ഉള്ള കുറേ വീഡിയോസ് തമ്മിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായി ഈ കാണുന്ന വീഡിയോ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ച വീഡിയോസ് ഉണ്ട്. അപ്പോൾ വീഡിയോസ് ആണെങ്കിൽ ഈ ഇടത് ഭാഗത്തുള്ള വീഡിയോ, മിഡിൽ ഭാഗത്തുള്ള ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസ് വരും. അതിനപ്പുറത്ത് ആളെന്നൊരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാം വരും. അപ്പോൾ എനിക്ക് വേണ്ടത് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ് മാത്രം വരും. അപ്പോൾ ഞാൻ ഒരു കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ മോളുടെ തന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് എത്ര വീഡിയോസാണ് വേണ്ടത് അതിലെല്ലാം അത്രയും വീഡിയോ സെലക്ട് ചെയ്യുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്താൽ എങ്ങനെ, അപ്പോൾ ഞാനൊരു 3 സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന ഈ പച്ച ടിക്ക് ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വീഡിയോസ് എല്ലാം ആ 3 വന്നു. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതൊരു വീഡിയോ, ഈ കാണുന്നൊരു വൈറ്റിലൊരു കറുപ്പ് കാണുന്നില്ലേ, ഇത് വരെ ഒരു വീഡിയോ ആണ്. ഇത് വേറെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇത് 3 വീഡിയോ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് മൊത്തത്തിൽ എഡിറ്റിങ്ങിൻ്റെ ഇതെല്ലാം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇതിലോട്ട് ഇട്ട വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ വീഡിയോയിൽ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇതിലാദ്യം ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇടതുഭാഗത്ത് കാണുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ, അങ്ങനെ കുറേ ടെക്സ്റ്റ് ഫ്രീ കട്ട്. അപ്പോൾ ക്യാൻവാസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ഈ വീഡിയോ എങ്ങനെയാണ് വേണ്ടതെന്ന്. താഴെ കുറേ ഓപ്ഷൻ കണ്ടില്ലേ, ഫിറ്റ്, ഇൻസ്റ്റഗ്രാമിൽ 1:1, ഇൻസ്റ്റഗ്രാമിൽ 4:5, 9:16, യൂട്യൂബിൽ ഷോർട്സ് ആണ് ഈ 9:16 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നീട്ടണം, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ രീതിക്ക് വരും. ഓക്കെ, പിന്നെ 16:9 ആണെങ്കിൽ എനിക്ക് അങ്ങനെ അത് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിലും വെക്കാം. അതിനുശേഷം ഈ വലതുഭാഗത്ത് കാണുന്ന റൈറ്റ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും. പിന്നെ അടുത്തൊരു വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടത് മെയിനായിട്ട് സൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറയ്ക്കണോ, കൂട്ടണോ, ഒഴിവാക്കണോ എന്നുള്ളത്. അതിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എന്ത് ചെയ്യുമ്പോൾ വീഡിയോ ക്ലിക്ക്. അപ്പോൾ വീഡിയോയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ മേലത്തെ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വോളിയം കാണും. ആ വോളിയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ആ വോളിയം ഫുള്ളായി കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ ഫുള്ളായി കുറയ്ക്കും. ഇപ്പോൾ വോളിയം ഒന്നുമില്ല, ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സൗണ്ട് ഇല്ലല്ലോ, വോളിയം കംപ്ലീറ്റ് ആയി കുറഞ്ഞു. അങ്ങനെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. ഈ സൗണ്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറയ്ക്കുന്നതാണ് ആ വോളിയം. നമ്മൾ ആഡ് ചെയ്ത സൗണ്ടല്ല, അതിന് വേറെ സെറ്റിങ്സാണ്. അപ്പോൾ അത് ചെയ്തു. ഇനി അടുത്തത് നമ്മളൊരു വീഡിയോ ചെയ്തു, അതിൽ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ വോയിസ് കൊടുക്കണമെങ്കിൽ കാണിച്ചു തരാം. ഈ ക്യാൻവാസിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഓഡിയോ എന്നുള്ള ബട്ടൺസിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരുന്നുണ്ട്: മ്യൂസിക്, എഫക്ട്സ്, റെക്കോർഡ്. അപ്പോൾ നമുക്ക് ഒരു പാട്ടാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മൈ മ്യൂസിക് എടുക്കുക. മൈ മ്യൂസിക്കിൽ നിങ്ങൾക്ക് പാട്ടുകൾ നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ കാണുന്ന ഇതിൽ നിന്ന് ഏതെങ്കിലും, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച സോങ്സാണ്, അത് കാരണം അത് ഡൗൺലോഡ് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ആദ്യത്തെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. അതിനുശേഷം നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഡ് ചെയ്ത മ്യൂസിക്കാണ് ഈ മേലെ കാണുന്നത്, അതിൽ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഇങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഇവിടെ വോളിയം ഉണ്ടാവും.
ഇങ്ങനെ ചെയ്ത് താഴെ കുറഞ്ഞു, സൗണ്ട് കുറഞ്ഞു, കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ സൗണ്ട് ഫുള്ളായിട്ട്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അതിനുശേഷം നിങ്ങൾക്ക് വോയിസ് ആണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ഓഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഇതിവിടെ എഫക്ട്സ് ഉണ്ട്, റെക്കോർഡ് ഉണ്ട്. റെക്കോർഡ് കൊടുക്കുക. റെക്കോർഡ് കൊടുത്തതിന് ശേഷം ഇതിൽ ഏത് വേണമെങ്കിലും വൈൽ യൂസിങ് ദി ആപ്പ് അല്ലെങ്കിൽ ഓൺലി ദിസ് ടൈം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും, അതാണ് ബെറ്റർ. ഓൺലി ദിസ് ടൈം കൊടുക്കുക മാക്സിമം. അത് കൊടുക്കുക. ഇവിടെ റെക്കോർഡ് ചെയ്ത് വരും. ഇതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ 3, 2, 1 കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇപ്പോൾ ഇത് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അത് കട്ടാക്കുക, ഒന്ന് ഇതാക്കുക, പ്ലേ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എഫക്റ്റുകൾ എന്തെങ്കിലും വീഡിയോയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം പ്രവൃത്തി. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു, കാണിച്ചു തരാം. സെയിം പ്രവൃത്തി. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓഡിയോയിൽ കൊടുക്കുന്നു, എഫക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെ എഫക്റ്റുകൾ വരുന്നുണ്ട്, ഏത് വേണമോ എല്ലാം ഉണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് കൊടുത്ത് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വിവിധ തരം സ്ലോ മോഷൻ അല്ലെങ്കിൽ സൂം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ഇത് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ സ്ലോ ആണെങ്കിൽ ഇത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ സ്ലോ വരും. അത് കുറച്ച് കഴിഞ്ഞാൽ സ്ലോ മോഷൻ പതിയെ വരുള്ളൂ, ശ്രദ്ധിക്കുക. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ സ്പീഡിൽ ഇങ്ങനെ പെട്ടെന്ന് വരും, കണ്ടില്ലേ? ഇത് കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് റെഡി. അടുത്ത വീഡിയോയിൽ ഞാൻ എഫക്റ്റിൻ്റെ സൂം എഫക്റ്റ് കാണിച്ചു തരാം. ജമ്പ് സൂമിങ് എന്താണെന്ന് പെട്ടെന്ന് കാണുന്നുണ്ടോ? അത് സൂം ഔട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ കൊടുത്ത് നോക്കുക. ഓക്കെ, നിങ്ങളൊരിക്കൽ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. ഓക്കെ, ഞാനത് ചെയ്യുന്നുണ്ട്. അടുത്തത് അപ്പോൾ ആ വീഡിയോസ് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വീഡിയോസിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് എടുക്കുക. ഇവിടെ മേലത്തെ ടെക്സ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വേണ്ടത് എഴുതാം. ഞാനിപ്പോൾ എഴുതുന്നുണ്ട്, ഫാറൂസ് എന്ന് എഴുതുന്നുണ്ട്. ഫാറൂസ് എന്ന് എഴുതി. ആ എഴുതിയതിന് ശേഷം അത് കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം. ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ കളർ കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഓരോ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് എവിടെ മിഡിൽ വേണോ സെൻറ്റർ വേണോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഇതാ വലുതാക്കണോ ചെറുതാക്കണോ എന്ത് ചെയ്യണം ഒക്കെ തീരുമാനിക്കാതാണ്. ഈ ടെക്സ്റ്റ് എങ്ങനെ വരണം എന്നുണ്ട്. ഇതാ ഇങ്ങനെയാണോ വരുന്നത്, ഇങ്ങനെയാണോ, അത് ഓരോന്നും അതിലുണ്ട്. ഓക്കെ, വീഡിയോയിൽ എൻ്റെ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എഡിറ്റിൽ എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി അപ്പോൾ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതങ്ങനെ ചെറിയ എഡിറ്റിംഗ്. നമ്മളൊരു വീഡിയോ ഈ ഒരു വീഡിയോ ഉണ്ട്, ഇത് നമുക്ക് കട്ടാക്കണം. ഒന്നുമില്ല, ഈ വീഡിയോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എവിടെ വെച്ചാണോ വേണ്ടാത്തത് അവിടെ വെച്ച് കട്ട് ചെയ്യും. എനിക്കിപ്പോൾ ഈ ഇടയിൽ വേണ്ട, എനിക്ക് ഇവിടെ വെച്ചാണ് വേണ്ടത്. അപ്പോൾ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു, സ്പ്ലിറ്റ് കൊടുത്തു. അപ്പോൾ ആ വീഡിയോ എന്തായി? രണ്ടായി, കണ്ടില്ലേ? 2 വീഡിയോ ആയി. അപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് ഇത് വേണ്ട, അപ്പോൾ ഞാൻ ഡിലീറ്റിൽ കൊടുത്ത് ആ വീഡിയോ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് സെലക്ട് ചെയ്ത് നിർത്തുക. സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ 2 വീഡിയോ. അപ്പോൾ ഇതെനിക്ക് വേണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് അത് പോയി. ഓക്കെ, ഇനി വീഡിയോ ലെങ്ത്ത് കട്ട് ചെയ്ത് കളയണ്ട, ചെറുതാക്കിയാൽ മതിയെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ഈ എൻഡിൽ പോയി പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങോട്ട് നിൽക്കിയാൽ ആ വീഡിയോ ചെറുതായി. ഓക്കെ, ഇത് റെക്കോർഡായി. ഇത് സംശയം ഉണ്ടെങ്കിൽ ഇതാ, മനസ്സിലായോ? ക്ലിയറായോ? ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് അറിയുന്ന ചെറിയ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്കിതിൻ്റെ മുഴുവൻ എഡിറ്റ് അറിയില്ല. അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ട്. ഒരു നോർമലായിട്ടുള്ളൊരു എഡിറ്റിംഗ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളൊരു വീഡിയോ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഒരു എഫക്റ്റ് ചെയ്യാൻ പറ്റും, ചേർത്താൻ പറ്റും. അപ്പോൾ ഈ വൈറ്റ് സാധനമില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതാ ഏത് വേണം, സൂമിങ് വേണോ? ഓക്കെ, ആവും. ഓക്കെ ഓക്കെ ഓക്കെ, ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റിൻ്റെ. ഓക്കെ ഓക്കെ,
അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കൊടുക്കുക. അത് എവിടേക്കാണ് വേണ്ടത് അവിടെ ശേഷം ഇങ്ങനെ ഓരോ വൈറ്റ് കാണുന്നില്ല, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരും ഗൈസ്. അപ്പോൾ അത്യാവശ്യം പിന്നെ നിങ്ങളുടെ വീഡിയോക്ക് സ്പീഡ്, അടുത്ത സ്പീഡാണ്. സ്പീഡ് വേണം, വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഈ ബാക്ക്ഗ്രൗണ്ട് തൊട്ടടുത്തുള്ള സ്പീഡിൽ ക്ലിക്ക് ചെയ്യുക. സ്പീഡ് ഇങ്ങനെ താഴോട്ട് വയ്ക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറവാണ്, കൂട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളാണ്, നല്ല സ്പീഡിൽ പോവും. ഇത് ഒന്നെന്ന് പറയുന്നത് നോർമലാണ്, ഒന്നിൽ താഴെ വരുമ്പോൾ സ്ലോ മോഷനിൽ വീഡിയോ പോവും. അപ്പോൾ അതങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇത് കൊടുക്കുക. പിന്നെ 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 അത്യാവശ്യം നമുക്കൊന്നും ആവശ്യം ഇല്ലാത്തതാണ്. ഇത്രയൊക്കെ തന്നെ ഒരു ഇൻഷോട്ടിലൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമമാണ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് ശേഷം നിങ്ങളൊരു വീഡിയോ ആഡ് ചെയ്തിട്ട് വീണ്ടും ഒരു വീഡിയോ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വീഡിയോ ആഡ് ചെയ്യേണ്ടത്, ആദ്യമാണ് വീഡിയോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വൈറ്റ് ലൈൻ, അത് ഫസ്റ്റ് കൊണ്ട് നിർത്തുക. അതിനുശേഷം ഇടത് ഭാഗത്ത് കാണുന്ന ഈ പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്നൊരു വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ആദ്യമായി. ഓക്കെ. ഇനി നിങ്ങൾക്ക് വീഡിയോ ലാസ്റ്റാണ് വേണ്ടതെങ്കിൽ ലാസ്റ്റ് കൊണ്ട് നിർത്തുക, ഇവിടെ പ്രസ് ചെയ്യുക, വീഡിയോ എടുക്കുക, ഒരു വീഡിയോ പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആ വീഡിയോ ലാസ്റ്റായി. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ സേവ് ചെയ്യണം അല്ലേ? അതിനായിട്ട് ഏറ്റവും മേലെ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് റെസൊല്യൂഷൻ 1080, ഫ്രെയിം റേറ്റ് 30, ഫോർമാറ്റ് MP4 ഒക്കെയാണ്. അത് അത്യാവശ്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട രീതിക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ചെയ്യുക. 4K ഒക്കെ ചിലപ്പോൾ അത് റെഡി ആവണമെന്നില്ല. അതിനുശേഷം ഞാൻ എക്സ്പേർട്ട് കൊടുക്കുന്നു. അപ്പോൾ എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് കൺവേർട്ടും വീഡിയോയിലിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 100 ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നിങ്ങളൊന്നും ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഗാലറിയിൽ കയറും. അപ്പോൾ ഒരു ഇൻഷോട്ടിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.